ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പല മുന്നേറ്റങ്ങളും ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് വായിച്ചതിന് ശേഷം ഈ ക്ലാസ് കേൾക്കുക. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കളക്ട് ചെയ്യാൻ പറ്റും. കളക്ട് ചെയ്യാൻ പറ്റാത്തത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് അറിയാവുന്ന എന്ത് ചെയ്യാം, ഇതിനകത്ത് കൂട്ടിച്ചേർക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നോട്ട്സിലേക്ക് എഴുതി കൂട്ടിച്ചേർത്ത് വയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണേ: 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വിദേശികൾ ആര്? 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വിദേശികൾ ആരാണ്? ഡച്ചുകാർ. ഡച്ചുകാർക്ക് കനത്ത പരാജയം നേരിട്ട കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? 1741. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാർമാർ. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആസ്ഥാനം ഏത് കോട്ടയായിരുന്നു? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ട. പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? കുഞ്ഞാലി മൂന്നാമൻ. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഏത്? ഫത്ഹുൽ മുബീൻ. ഏതൊക്കെ യൂറോപ്യന്മാർ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക നിയന്ത്രണത്തിലാക്കിയത് ആര്? ബ്രിട്ടീഷുകാർ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചത് ആര്? സർദാർ KM പണിക്കർ. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ പണ്ടകശാലകൾ ആരംഭിച്ചത് എവിടെയാണ്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ഇതിനകത്തുണ്ട് വിഴിഞ്ഞം, അഞ്ചുതെങ്ങ് എവിടെയാണ്? നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ ഭാഗത്തും തലശ്ശേരി എന്ന് പറയുന്നത് വടക്കേ ഭാഗത്തുമാണേ. അഞ്ചുതെങ്ങ് കോട്ട പണിയാനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് നൽകിയത് ആര്? ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ഏത്? 1695. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം ഏതായിരുന്നു? അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷുകാരുടെ ഇടപാടിൽ അസ്വസ്ഥരായ പ്രദേശവാസികൾ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ച വർഷം ഏത്? 1697. അപ്പം അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ച വർഷം ഏതാണ്? 1697. അടുത്തത്, അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് പാണ്ഡകശാലയുടെ തലവൻ ആരായിരുന്നു? ഗിഫോർഡ്. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആരൊക്കെ തമ്മിൽ ഒപ്പിട്ട കരാറായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി? മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ടതായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ചത് വർഷം ഏത്? 1792. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏത്? ശ്രീരംഗപട്ടണം സന്ധി. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ തുടങ്ങിയ വർഷം ഏത്? 1792. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ട വർഷം ഏത്? 1795. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ കാലയളവ് ഏത്? 18-ാം നൂറ്റാണ്ടോടെ. അടുത്തത് പഴശ്ശി കലാപങ്ങളാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? പഴശ്ശി രാജ. ബ്രിട്ടീഷ് രേഖകൾ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര്? പഴശ്ശി രാജ. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആര്? സർദാർ KM പണിക്കർ. ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശി രാജ? മലബാർ, കോട്ടയം രാജകുടുംബം. ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം ഏത് കാലയളവിലായിരുന്നു? 1793, 1797. ഒന്നാമത്തെ പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന കാലയളവ് ഏത്? 1800, 1805. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിൻ്റെ അടിയന്തര കാരണം എന്തായിരുന്നു?
വയനാട് ബ്രിട്ടീഷുകാർ കൈവശമാക്കാൻ ശ്രമിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ പഴശ്ശിരാജയുടെ പ്രധാന സഹായികൾ ആരെല്ലാമായിരുന്നു? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജയുടെ പ്രധാന അനുയായി ആയിരുന്ന കുറിച്യ നേതാവ് ആര്? തലയ്ക്കൽ ചന്തു. മലബാർ പ്രദേശത്തെ ബ്രിട്ടീഷ് സൈന്യത്തലവനായി 1800 നിയമിതനായത് ആര്? സർ ആർതർ വെല്ലസ്ലി. പഴശ്ശി പോരാളികളുടെ ചെറിയ സംഘങ്ങളെ നേരിടാൻ ഇംഗ്ലീഷുകാർ സംഘടിപ്പിച്ച പോലീസ് സംഘം ഏത്? കോൽക്കാർ. 1804 പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനുള്ള ചുമതലയേറ്റ തലശ്ശേരി സബ് കളക്ടർ ആര്? തോമസ് ഹാർവേ ബാബർ. ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടൽ പുൽപ്പള്ളി മാവിലത്തോടിന് സമീപം വച്ച് പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം ഏത്? 1805 നവംബർ 30. അടുത്തത് കുറിച്യ കലാപമാണ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. വയനാട്ടിലെ ഏതെല്ലാം ഗോത്ര ജനതകൾ ചേർന്നാണ് കുറിച്യ കലാപം നടത്തിയത്? കുറിച്യരും കുറുമ്പരും. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നയിച്ചത് ആര്? രാമൻ നമ്പി. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെപ്പറ്റി ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷുകാരനാണ് തലശ്ശേരി സബ് കളക്ടർ TH ബാബർ. അടുത്തത് കുണ്ടറ വിളംബരമാണ്. തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച ദിവാനാര്? വേലുത്തമ്പി. പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1809 ജനുവരി 11. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ജനങ്ങളുടെ ആഹ്വാനം ചെയ്തത് എന്ത്? ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ഏത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ വസതിയാണ് ആക്രമിച്ചത്? മെക്കാളയുടെ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചി ദിവാനാര്? പാലിയത്തച്ചൻ. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എവിടെ? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ. ബ്രിട്ടീഷുകാർ പാലിയത്തച്ചനെ നാടുകടത്തിയത് എവിടേക്കാണ്? മദ്രാസിലേക്ക്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, മാപ്പിള കലാപങ്ങൾ. തെക്കേ മലബാറിലെ കർഷകരായിരുന്ന മാപ്പിളമാർ 19-ാം നൂറ്റാണ്ടിൽ നടത്തിയ കലാപങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാപ്പിള കലാപങ്ങൾ. എത്ര കലാപങ്ങളാണ് ഇക്കാലത്ത് മലബാറിലുണ്ടായത്? 22ഓളം കലാപങ്ങൾ ഉണ്ടായി. മാപ്പിള കലാപങ്ങൾ പ്രധാനമായും അരങ്ങേറിയ താലൂക്കുകളേവ? ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ. മാപ്പിള കലാപങ്ങൾ കൂടുതലായി നടന്ന കാലയളവ് 1836 1853 ഇടയിൽ. മാപ്പിള കലാപത്തിന് കാരണങ്ങൾ എന്തായിരുന്നു? ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലും. മാപ്പിള കലാപകാലത്ത് കലാപകാരികൾ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വസതിയിൽ വച്ച് കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് ആരായിരുന്നു? കനൗലി. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ദ്രോഹ നടപടികൾക്കെതിരെ നടന്ന കലാപമാണ് മാപ്പിള കലാപം. മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്താനായി രൂപം നൽകിയ പ്രത്യേക വിഭാഗം പോലീസ് സേന ഏത്? മലബാർ സ്പെഷ്യൽ പോലീസ് MSP. തുടർച്ചയായ കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. കലാപത്തിന് കാരണമായി വില്യം ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് എന്ത്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അടുത്തത് ദേശീയ പ്രസ്ഥാനമാണ്. ദേശീയ പ്രസ്ഥാനം ഏറ്റവും ശക്തമായി മുന്നേറിയ കേരളത്തിലെ ഭരണഘടകമേത്? മലബാർ. മലബാറിലെ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 നടന്നത് എവിടെ? പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ആനി ബെസന്റ്. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ? മഞ്ചേരി. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം ഏത്? 1920. 1920 മലബാറിൽ രൂപം നൽകിയ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ ആരായിരുന്നു? യഥാക്രമം കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലബാറിലെ കർഷകരായ മാപ്പിളമാർ ബ്രിട്ടീഷുകാരുമായി ശക്തമായി ഏറ്റുമുട്ടലുണ്ടാക്കിയ താലൂക്കുകളേവ? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി.
മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി 1921 മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ആരെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത്. വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തമായിരുന്നു വാഗൺ ട്രാജഡി? മലബാർ കലാപം. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ നടന്നത് എവിടെ? ഒറ്റപ്പാലം. ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പൻ. കോഴിക്കോട്ട് ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം നൽകിയതാര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഉപ്പ് സത്യാഗ്രഹ കാലത്തെ കേരളത്തിലെ സമര പോരാളികൾക്ക് ആവേശം പകർന്ന പടയണി ഗാനമായ വരിക വരിക സഹചരി രചിച്ചത് ആര്? അംശി നാരായണ പിള്ള. രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ സത്യാഗ്രഹ കേന്ദ്രം ഏത്? പയ്യന്നൂർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിലുണ്ടായ പ്രധാന സംഭവം ഏത്? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖർ ആരെല്ലാം? കെ ബി മേനോൻ, ടി പി കുഞ്ഞിരാമ കിടാവ്. മലയാളി മെമ്മോറിയലാണ്. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പി പിള്ള. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവമായി കരുതപ്പെടുന്നത് 1891 മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിലെ പ്രധാന ആവശ്യം എന്തായിരുന്നു? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ബാരിസ്റ്റർ ജി പി പിള്ള. ആകെ എത്ര പേർ ഒപ്പിട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ? 10,038 പേർ. മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? കെ പി ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന നിവേദനം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. എത്ര പേർ ഒപ്പിട്ട നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ? 13,176 പേർ. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഹർജി സമർപ്പിക്കപ്പെട്ട വർഷം ഏത്? 1900. ഏത് ബ്രിട്ടീഷ് വൈസ്രോയിക്കാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കട്സൺ പ്രഭു. നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായക്കാർ സംയുക്തമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത്? 1932. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി 1932 ഡിസംബറിൽ രൂപം നൽകിയ സംഘടന ഏത്? ഓൾ ട്രാവൻകൂർ ജോയിൻറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയമിക്കാൻ കാരണമായി തീർന്ന പ്രക്ഷോഭം ഏത്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആരെല്ലാം? എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം 1919. തിരുവിതാംകൂറിൽ യൂത്ത് ലീഗ് പ്രവർത്തനം ആരംഭിച്ച വർഷം 1931. ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് സി കേശവൻ 1935 ജൂണിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? നിവർത്തന പ്രക്ഷോഭം. അടുത്തത് പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏത്? 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കരണത്തിലുള്ള നിർദ്ദേശം 1946 ജനുവരിയിൽ പ്രഖ്യാപിച്ച ദിവാൻ ആര്? സർ സി പി രാമസ്വാമി അയ്യർ. ഏത് രാജ്യത്തെ മാതൃകയിൽ നീക്കം ചെയ്യാൻ പാടില്ലാത്ത എക്സിക്യൂട്ടീവ് ഉൾക്കൊള്ളുന്ന ഭരണ സംവിധാനമാണ് തിരുവിതാംകൂർ ദിവാൻ പ്രഖ്യാപിച്ചത്? അമേരിക്കയുടെ. കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അടുത്തത് ഇലക്ട്രിസിറ്റി സമരമാണ്. കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി വിശേഷിപ്പിക്കപ്പെടുന്ന സമരമാണ് 1936 ഇലക്ട്രിസിറ്റി സമരം. ഏത് നഗരത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത്? തൃശ്ശൂരിലെ.
തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച കൊച്ചി ദിവാൻ ആര്? ആർ.കെ. ഷൺമുഖം ചെട്ടി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം ഏത്? 1941. ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത്? എസ്. നീലകണ്ഠ അയ്യർ, വി. ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. അടുത്തത് വനിതാ നേതാക്കളാണ്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായി അറിയപ്പെടുന്നത് 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി ചേർന്ന മഹിളാ സമ്മേളനം. മലബാറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാര്? എ വി കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പ്രധാന വനിതകൾ ആരെല്ലാം? അക്കമ്മ ചെറിയാൻ, ആനിമസ് ഗ്രീൻ. തിരുവിതാംകൂറിൽ 1938 ഒക്ടോബറിൽ നടന്ന രാജധാനി മാർച്ച് നയിച്ച വനിതയാര്? അക്കമ്മ ചെറിയാൻ. രാജധാനി മാർച്ചിൽ വഹിച്ച ധീരമായ നേതൃത്വത്തെ പുകഴ്ത്തി അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ഹരിജനോദ്ധാരണ ഫണ്ടിൻ്റെ ഭാഗമായി വടകരയിൽ വെച്ച് ഗാന്ധിജിക്ക് തൻ്റെ കയ്യിലെ വള അഴിച്ചു നൽകിയ പെൺകുട്ടി ആര്? കൗമുദി. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മുന്നേറ്റങ്ങളാണ് നമ്മൾ പഠിച്ചത്.